ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആപ്പിൾ സ്ലിറ്റുള്ള കുർത്തി അല്ലെങ്കിൽ ടോപ്പ് അതെങ്ങനെ തയ്ക്കാമെന്നുള്ള വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. എളുപ്പ മെത്തേഡാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ തുണി നമ്മൾ നോർമലി ടോപ്പിന് അല്ലെങ്കിൽ കുർത്തിക്ക് തയ്ക്കുന്ന പോലെ തന്നെ 4ആയിട്ട് മടക്കിയിടുക. എന്നിട്ട് നമ്മുടെ ഷോൾഡർ എത്രയാണോ അത് മാർക്ക് ചെയ്യുക. താഴത്തേക്ക് ആം ഹോൾ നമ്മൾ താഴത്തേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് 1 ഇഞ്ച് കണക്കാക്കിയിട്ട് ബാക്ക് ആം ഹോളും 1/2 ഇഞ്ച് കണക്കാക്കിയിട്ട് ഇത് എന്നിട്ട് വരയ്ക്കുക. 1/2 ഇഞ്ച് കണക്കാക്കി ഫ്രണ്ട് ആം ഹോൾ 1/4 ഇഞ്ച് കീഴ്ച്ച് നമ്മൾ വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ബൈ 4 പ്ലസ് തയ്യൽ തുമ്പും കൂടെയാണ് നമ്മളവിടെ മാർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നെക്കിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 2.5 ഇഞ്ചാണ്. നമുക്ക് എത്രയാണോ നെക്കിന് വീതി വേണ്ടത് അത് കണക്കാക്കുക. നെക്കിന് ഇറക്കം എത്രയാണോ അതും നമ്മൾ കൊടുക്കുക. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ 2.5 ഇഞ്ച് മുകളിലും കൊടുത്ത് 2.25 ഇഞ്ച് താഴത്തേക്കും കൊടുത്തിട്ടാണ് നെക്കൊന്ന് സ്ക്വയർ ബോക്സ് വരച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ നെക്കൊന്ന് ഇറക്കം വെച്ച് കർവ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ആവശ്യത്തിനുള്ള, നമ്മുടെ ഇഷ്ടത്തിനുള്ള ഡിസൈൻ നോർമൽ നമ്മൾ കുർത്തിയിലൊക്കെ ചെയ്യുന്ന അതേ മെത്തേഡ് ഒരുപാട് വീഡിയോസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. പിന്നെ താഴത്തോട്ട് നമ്മുടെ ഷേപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. പിന്നെ ഷേപ്പ് റൗണ്ട് പ്ലസ് തയ്യൽ തുമ്പ് 1.5 2 ഇഞ്ചോ അത് നമ്മുടെ ഇഷ്ടമാണ്, അത് കൊടുക്കുക. പിന്നെ നമ്മൾ താഴത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹിപ്പ് റൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്ലിറ്റ് ഓപ്പണിങ് എത്രയാണോ അതാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പം സ്ലിറ്റ് അവിടെ അതിൻ്റെ വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ റൗണ്ട് പ്ലസ് തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്താൽ മതി. കൂടുതൽ നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് പോകണ്ട. നോർമലി നമ്മുടെ കുർത്തിയിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുക്കുക, പക്ഷേ ഇവിടെ 1/2 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. അത് നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി ഷോർട്ട് ടോപ്പ് ആണെങ്കിൽ അതിനനുസരിച്ച് ലെങ്ത് ഇനി കണക്കാക്കുക. ഇനി ലോങ് ആയിട്ടുള്ള ടോപ്പ് ആണെങ്കിൽ ലെങ്ത് അതിനനുസരിച്ച് കണക്കാക്കുക. അപ്പം നമ്മുടെ ഇറക്കം എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ച് ഷോർട്ട് ആയാലും ലോങ് ആയാലും. അപ്പോൾ ഹിപ്പിൻ്റെ സൈസ് വരെയാണ് എത്തിയിരിക്കുന്നത്. പിന്നെ അധികം വേണ്ട, 1 ഇഞ്ച് മതിയെങ്കിൽ 1 ഇഞ്ച്, 2 ഇഞ്ച് വേണമെങ്കിൽ 2 ഇഞ്ച്, അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ വിരിവ് വരുമ്പോഴത്തേക്കും നമ്മൾ ലോങ് ടോപ്പ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു 12.5 മാക്സിമം, 12.5 എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, 12 ഇഞ്ച് വരെ നമ്മൾ കൊടുത്താൽ മതി. ഷോർട്ട് ടോപ്പൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 11നും ഒരു 12നും ഇടയ്ക്ക് നിർത്തുക. ഇതാകുമ്പോഴത്തേക്കും ഒരു ഭംഗിയുണ്ടാവും. ഒരുപാട് വൈഡ് ആയാലും കാണാൻ തീരെ ഭംഗിയില്ല കേട്ടോ. ഇതിപ്പം ഞാനിവിടെ 12.5 കണക്കാക്കിയിട്ടാണ് എടുത്തത്. പിന്നെ എനിക്കത് തയ്ച്ചു വന്നപ്പോഴത്തേക്കും എനിക്കതിൻ്റെ വ്യത്യാസം മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനൊന്ന് പറയുന്നത്, എക്സ്പീരിയൻസ് ആട്ടോ. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ 4 ഇഞ്ച് കണക്കാക്കിയിട്ട് മുകളിലേക്ക് ഒന്ന് ഇത് കൊടുക്കുക, ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടുന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ട് ഒന്ന് നമ്മൾ ഇതായിട്ടൊന്ന് വരച്ചിടുക, ഒരു കർവ് കൊടുക്കുക. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കോണായിട്ട് വെച്ച് 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് കണക്കാക്കിയിട്ട് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു ഇതുമാതിരി ഒരു കർവ് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മളൊന്ന് ചെയ്യാം. ഫ്രീ ഹാൻഡായിട്ട് വരച്ചാലും മതി കേട്ടോ. കുറച്ചിങ്ങനെ കയറ്റിയിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ കട്ടിങ് ആയിട്ട് വരാനായിട്ട്. ഇതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ലോങ് ടോപ്പ് ആയാലും ഷോർട്ട് ടോപ്പ് ആയാലും എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നോർമൽ കുർത്തി അല്ലെങ്കിൽ ടോപ്പ് തയ്ക്കുന്നത് എങ്ങനെയാണോ അതുപോലെ സ്ലിറ്റും നെക്കും ഷോൾഡറും എല്ലാം അറ്റാച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ സ്ലിറ്റ് ഓപ്പണിങ് എവിടെയാണോ അവിടെ വരെ നമ്മൾ തയ്ച്ച് നിർത്തുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അതുവരെ നമ്മളൊന്ന് തയ്ച്ച് നിർത്തുക. പിന്നെ നമുക്ക് ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇവിടെ ഞാൻ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തത്. അതിൻ്റേതായ ബുദ്ധിമുട്ട് എനിക്ക് തയ്ക്കുന്ന നേരത്തെ ഇത്രയും വരെ ആയിട്ട് എനിക്കത് മനസ്സിലായി. അപ്പോൾ പിന്നെ ഞാനത് വെട്ടിക്കളഞ്ഞ് രണ്ടാമത് ഊരി അടിച്ച് വെട്ടിക്കളഞ്ഞിട്ടൊക്കെയാണ് ചെയ്തത്. അപ്പോൾ എനിക്കത് മനസ്സിലായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്രോസ് പീസാണ്. ക്രോസ് പീസ് എനിക്കിവിടെ ചെറുതായിട്ടോ കിട്ടി. അതായത് നൈറ്റി ബിറ്റ് കൊണ്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ പാൻറ്റും പോയിട്ട് ബാക്കി കുറച്ച് പീസ് എനിക്ക് കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ബിറ്റ്സാണ് കിട്ടിയത്. അപ്പോൾ ഇത് കണ്ട, ഇത് എന്നിട്ട് ക്രോസ് പീസിൻ്റെ നല്ല വശം മുകളിൽ വരുന്ന രീതിക്ക്, അതായത് പൊട്ട വശം, ആ ജോയിൻ ചെയ്ത വശം അകത്ത് പോകുന്ന രീതിക്ക് വേണം ക്രോസ് പീസ് മടക്കാനായിട്ട്. ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി മടക്കിയിട്ടേ, അപ്പോൾ ഒന്നും കൂടെ എളുപ്പത്തിൽ കിട്ടും കേട്ടോ. ബിഗിനേഴ്സിനോടാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഈ 1/2 ഇഞ്ച് കണക്കാക്കി എന്ന് പറഞ്ഞില്ലേ, നമ്മൾ 1/2 ഇഞ്ച് വിടാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ തയ്യൽ തുമ്പ്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ആ തുമ്പ് വെച്ചിട്ട് ഇതേപോലെ വെച്ചൊന്ന് തയ്ച്ചിട്ട് നിവർത്തി വെച്ചിട്ട് ഒരു തയ്യൽ കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് മടക്കി അടിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ പണി. എളുപ്പത്തിൽ തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും.
പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അത് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഓപ്പണിങ്, സ്ലിറ്റ് ഓപ്പണിങ് ഇല്ലേ, അതിൻ്റെ അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ചെങ്കിലും മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് വേണം തയ്ച്ച് തുടങ്ങാനായിട്ട്. എന്നിട്ട് ഇതിങ്ങനെ വെച്ച് റൗണ്ടായിട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പിന് തന്നെ നമ്മൾ വെട്ടിയിട്ടുണ്ടല്ലോ, ആ ഷേപ്പിന് തന്നെ തയ്ച്ച് വരിക. എന്നിട്ട് അതൊന്ന് നിവർത്തി വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ആ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ക്രോസ് പീസിൽ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതേപോലെ മടക്കി വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും, ലോങ് ലാസ്റ്റിങ്ങും ആയിരിക്കും. അപ്പോൾ തയ്ക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്രോസ് പീസ് ഒരിക്കലും വലിച്ചു പിടിച്ച് തയ്ക്കരുത്, ഫ്രീ ആക്കി വിട്ടിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട്. ഇത്രയും ശ്രദ്ധിച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതിയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.